ഞാൻ ഓടുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. വൈൽഡ് ഫയർ ഞങ്ങളുടെ നാട്ടിൽ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് നമ്മുടെ താമരശ്ശേരി കോരങ്ങാട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അതിൽ ആ റൂട്ടിൽ വണ്ടിമേൽ പോകുമ്പോൾ ഞങ്ങളോട് ഒരാൾ പറഞ്ഞു, മക്കളെ അവിടെ കാട്ടുതീയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ NSS വളണ്ടിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യം സ്പോട്ടിൽ ഞങ്ങൾ പോയി. അപ്പോഴാണ് റബ്ബർ തോട്ടത്തിലേക്ക് തീ കയറുന്നത്. അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല, മരുത്തുമ്പോൾ കയറി കുറച്ച് പച്ച കൊമ്പുകൾ വെട്ടി നമ്മൾ ആ തീ അണക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഫയർഫോഴ്സ് സ്പോട്ടിൽ എത്തിയത്. ഫയർഫോഴ്സ് വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ, പിന്നെ ബാക്കി ഒരു നോക്കും. എന്നാലും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫയർഫോഴ്സ് വന്നതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളും അവിടെ കൂടി. അജ്മലിനോട് ഫയർഫോഴ്സിനെ വിളിക്കാനോ പോകണം, ആദ്യം തന്നെ വിളിച്ചത് നമ്പർ മാറി പോലീസിനെ വിളിച്ചത്. എന്തായാലും നമ്മളെ പോലീസുകാരും സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ കോളേജിൽ രണ്ടെണ്ണം അവിടെ തീപിടുത്തം കാണാൻ വേണ്ടി വന്നത്. കല്യാണത്തിന് എങ്ങനെയാണ് പോവുക, അതുപോലെയാണ് ഇത് രണ്ട് തീപിടുത്തം കാണാൻ വേണ്ടി വന്നത്. ഇത് നമ്മളെ അലിബായും ടീമുമാണ് കേട്ടോ. ഇവരുടെ പങ്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ഫയർഫോഴ്സ് വരുന്നതിന് മുന്നേ തന്നെ ആ തോട്ടത്തിലേക്ക് കയറുന്ന തീയല്ല അണയ്ക്കാൻ ഇവര് കഴിഞ്ഞിട്ട് അവിടെ ബാക്കിയുള്ള ആരും ഉണ്ടായിരുന്നല്ലോ. കാരണം ഇവര് അതിലിങ്ങനെ ഓടി നടന്ന് വെള്ളം ഒഴിച്ചിട്ടും പച്ച കൊമ്പ് വെട്ടി അവിടെ തീ അണക്കാനുള്ള മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ ഫയർഫോഴ്സ് അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരും വന്നിട്ട് നമ്മളെ തീയൊക്കെ അണച്ചിട്ടുണ്ട്. ആ ഫയർഫോഴ്സ് പിന്നെ തീ അണക്കാനാണ്ട് കത്തിക്കാൻ വരില്ലല്ലോ. എന്തൊക്കെ ആയാലും ഇവരെ പണി തുടങ്ങിയപ്പോ നാട്ടുകാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ഏരിയ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. തീയെല്ലാം അണച്ച് അവര് ഫുള്ള് സെറ്റ് ആയിരിക്കുന്നു. എന്നാലും കാറ്റടിക്കുമ്പോൾ തീ കത്താനുള്ള ചാൻസ് കൂടിക്കൂടി വന്നപ്പോൾ ഒരു പിന്നെ വെള്ളം അടിക്കാൻ തുടങ്ങി. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം അത് ഞങ്ങൾ പറ്റുന്നിടത്തോളം അവിടെ ചെയ്തിരിക്കുന്നു ഗൈസ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഞങ്ങൾ കോളേജിലേക്ക് തിരിച്ച്. പിന്നെ ഈ കഥകളൊക്കെ കോളേജിൽ പോയി എങ്ങനെ പീക്ക് ലെവലിലേക്ക് തള്ളി എത്തിക്കാന്നുള്ള കാര്യം ഞാനും അച്ഛനും അത് ഞങ്ങൾ വേറെ കാര്യം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഏത് മൂഡ്, തീ മൂഡ്. അപ്പൊ അടുത്ത വീഡിയോ അടുത്ത ദിവസം ഗൈസ്.